എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ പോയിന്റ് ടു പോയിന്റ് ഫണ്ടമെന്റൽ അനാലിസിസും ടെക്നിക്കൽ അനാലിസിസും ആണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കമ്പനിയെ കുറിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഓൾ ടൈം ഹൈയിൽ നിന്ന് ഇപ്പോൾ ഒരു നല്ലൊരു വാലുവേഷനിലാണ് നമ്മൾ കിട്ടുന്നത്. അപ്പം ഇത് ശരിയായ വാലുവേഷൻ ആണോ, ഈ ഒരു കമ്പനി ഫണ്ടമെന്റലി സ്ട്രോങ് ആണോ എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ തികച്ചും ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ്, ഒരിക്കലും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല. അപ്പോൾ നമ്മൾ കമ്പനിയുടെ ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് നമുക്കറിയാം ഈ ഒരു കമ്പനി ഗവൺമെന്റ് ബാക്കപ്പ് ആണ്, അതായത് സെൻട്രൽ പബ്ലിക് സെക്ടർ കമ്പനിയാണ്, PSU കമ്പനിയാണ്, മിനിസ്ട്രി ഓഫ് മൈൻസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്. അതുപോലെ തന്നെ യുണീക് പൊസിഷൻ, അതായത് കോപ്പർ പ്രൊഡ്യൂസിങ് ഒരേ ഒരു കമ്പനി ആണ് ഇന്ത്യയിലുള്ളത്, ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ്. അതായത് ഇത് മൈനിങ് ദ ഓർസ് ടു പ്രൊഡ്യൂസ് ദ ഫൈനൽ കോപ്പർ പ്രൊഡക്റ്റ്, അതായത് ഇത് കംപ്ലീറ്റ് ആയിട്ട് കോപ്പർ മൈൻ ചെയ്ത് ഫൈനൽ പ്രൊഡക്റ്റ്, കോപ്പറിന്റെ ഓരോ പ്രൊഡക്റ്റുകൾ ഫൈനലായിട്ട് ക്രിയേറ്റ് ചെയ്ത് വരുന്നവരെ ഈ ഒരു കമ്പനിയാണ്. അതുപോലെ തന്നെ കോർ ഓപ്പറേഷനിലേക്ക് പോകുന്ന സമയത്ത് ഇത് കോപ്പർ ഓർസ് മൈൻ ചെയ്യുന്നു, പ്യൂരിഫൈ ചെയ്യുന്നു, റിഫൈൻ ചെയ്യുന്നു, അതിനുശേഷം കോപ്പർ കാഥോഡ്സും കണ്ടിന്യൂസ് കാസ്റ്റ് വയർ റോഡ്സും ക്രിയേറ്റ് ചെയ്യുന്നു. അതാണ് ഇതിന്റെ ഫൈനൽ പ്രൊഡക്ട്സ് ആയിട്ട് വരുന്നത്. ഇതിന്റെ ലൊക്കേഷൻ വരുന്ന സമയത്ത് മേജർ മൈനിങ് പ്ലാന്റ്സ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് മധ്യപ്രദേശിലുണ്ട്, രാജസ്ഥാനിലുണ്ട്, ജാർഖണ്ഡിലുണ്ട്. അതുപോലെ തന്നെ റിസർവീസിൽ നോക്കുന്ന സമയത്ത് ഈ ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി ലീസ് റൈറ്റ് 45% ഇന്ത്യയിലെ ടോട്ടൽ കോപ്പർ ഓർ റിസർവിന്റെ കപ്പാസിറ്റി ലീസ് റൈറ്റ് അവരുടെ കയ്യിലാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ ഫ്യൂച്ചർ കപ്പാസിറ്റി, അതായത് അവർ എക്സ്പാൻഷനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അത് നോർമലായിട്ട് ഇപ്പം ഉള്ള കപ്പാസിറ്റി എത്രയാണ്, 4 മില്യൺ ടൺസ് പെർ ഏനമാണ്. അത് 12.2 മില്യൺ, അതായത് 3 ഇരട്ടി കൂട്ടാൻ വേണ്ടിയാണ്, ഫ്യൂച്ചർ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയാണ് ട്രൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ കീ സ്റ്റോക്കിന്റെ ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് നമുക്ക് ഹിന്ദ് കോപ്പർ എന്ന് പറഞ്ഞ പേരിലാണ് NSE BSE ഒരു സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അപ്രോക്സിമേറ്റ് 46,700 കോടി രൂപയാണ് ഇതിന്റെ മാർക്കറ്റ് ക്യാപിറ്റൽ. ലാർജ് ക്യാപ് കമ്പനിയാണ്. റിട്ടേൺ ഓൺ ഇക്വിറ്റി നമുക്ക് 32.9% നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഡെപ്റ്റ് സ്റ്റാറ്റസ് നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഡെപ്റ്റ് ഫ്രീ കമ്പനിയാണ്, അതായത് ചെറിയ ലോണുകൾ മാത്രമേ ഉള്ളൂ ഈ കമ്പനിയുടെ മുകളിൽ. ഡിവിഡൻഡ് ഈൽഡ് കൺസിസ്റ്റന്റ് ആയിട്ട് തരുന്നുണ്ട്, മോശമില്ലാത്ത ഒരു ഡിവിഡൻഡ് ഈൽഡ് ഈ ഒരു കമ്പനി തരുന്നുണ്ട്. ഈ ഒരു കമ്പനിയുടെ നല്ല വശങ്ങളും മോശവശങ്ങളും നോക്കുന്ന സമയത്ത് ഈ ഒരു കമ്പനി മോണോപ്പൊളി കമ്പനിയാണ്, അതായത് ഒൺലി കമ്പനി ഇൻ ഇന്ത്യ ദാറ്റ് ആക്റ്റീവ്ലി മൈൻസ് കോപ്പർ ഗിവിംഗ് ഇറ്റ് എ മാസീവ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. അതായത് ഏറ്റവും വലിയ കമ്പനിയാണ്, അതായത് ഈ ഒരു സെക്ടറിൽ വർക്ക് ചെയ്യുന്ന മോണോപ്പൊളി സ്റ്റോക്കാണെന്ന് തന്നെ പറയാൻ സാധിക്കും. ബാക്കിയുള്ള കമ്പനികൾ ഉണ്ടെങ്കിലും വളരെ ചെറിയ മൈന്യൂട്ട് കമ്പനികൾ മാത്രമേ ഉള്ളൂ ഈ ഒരു ഫീൽഡിൽ. അതുപോലെ തന്നെ ഡെപ്റ്റ് ഫ്രീ ആണ്, നമ്മൾ മുമ്പിൽ പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് പ്രോഫിറ്റ് ഗ്രോത്ത്, നമുക്ക് ഒരു ലാസ്റ്റ് 5 ഇയർ നോക്കുവാണെങ്കിൽ ആനുവൽ പ്രോഫിറ്റ് ഗ്രോത്ത് CAGR 55%. അപ്പോൾ നല്ലൊരു പ്രോഫിറ്റ് ഗ്രോത്ത് ആണ്. ക്യാഷ് ഫ്ലോ ഇൻക്രീസ് ചെയ്തു, അതായത് ഡെപ്റ്റർ ഡേയ്സ് വളരെ കുറഞ്ഞു, അതായത് 25 ദിവസത്തിൽ നിന്ന് 16 ദിവസത്തിലേക്ക് കുറഞ്ഞു. അതുപോലെ തന്നെ ഗ്രീൻ എനർജി ഡിമാൻഡ്, അതുപോലെ തന്നെ ഇലക്ട്രിക് വെഹിക്കിൾ, സോളാർ പാനൽ, ഇവിടെ എല്ലാം കോപ്പറിന്റെ ഡിമാൻഡ് കൂടുന്നുണ്ട്. പിന്നെ മോശം വശങ്ങൾ ഏതാണ്, പ്രൈസ് ഭയങ്കര സെൻസിറ്റീവ് ആണ്, അപ്പോൾ ഷോർട്ട് ടൈമിൽ വലിയ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. ലണ്ടൻ മെറ്റൽ എക്സ്ചേഞ്ചിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇതിന്റെ പ്രൈസിൽ വേരിയേഷൻസ് വരുന്നത്. അതുപോലെ തന്നെ റെഗുലേറ്ററി റിസ്ക്, മൈനിങ് നമുക്കറിയാം സ്ട്രിക്റ്റ് എൻവയറമെന്റൽ ലോസും കാര്യങ്ങളും ഗവൺമെന്റ് റെഗുലേഷൻസും എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പൊ അങ്ങനെയുള്ള റെഗുലേറ്ററി റിസ്ക്സ് ഈ ഒരു കമ്പനിയിൽ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്പാൻഷൻ ഡിലേസ്, നമ്മൾ പറഞ്ഞു 3 ഇരട്ടി കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. പക്ഷേ അവിടെ കുറച്ച് ഗവൺമെന്റ് ഓൺഡ് കമ്പനി ആയതുകൊണ്ട് അത് കുറച്ച് ഡിലേയും കാര്യങ്ങളൊക്കെ അത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ഹൈ വാലുവേഷൻ, അതായത് റീസെന്റ് നമുക്ക് നല്ലൊരു റാലി തന്നിരുന്നു ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ്. അപ്പൊ അവിടെ പി റേഷ്യോ കുറച്ച് കൂടുതലായിട്ടുണ്ട്. അപ്പം കുറച്ച് ഹൈ വാലുവേഷനിലാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഫൈനൽ സമ്മറിയിലേക്ക് പോകുന്ന സമയത്ത് നമുക്കറിയാം ഫണ്ടമെന്റലി സ്ട്രോങ് കമ്പനിയാണ്, ഡെപ്റ്റ് ഫ്രീ ആണ്, ഗവൺമെന്റ് ബാക്ക്ഡ് മോണോപ്പൊളി ഇന്ത്യൻ കോപ്പർ മൈനിങ് സെക്ടറിലെ ഒരു കമ്പനിയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഗ്രീൻ എനർജി, ഇലക്ട്രിക് വെഹിക്കിൾ, ഡിമാൻഡ് ഓഫ് കോപ്പർ വളരെ ഹൈ ആണ്. ഡയറക്ട്ലി ഇത് ബെനിഫിഷ്യൽ ആവും ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡിന്. അതുപോലെ തന്നെ അഗ്രസീവ് ട്രിപ്പിൾ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഈ ഒരു കമ്പനി ശ്രമിക്കുന്നത് 2030 ആകുന്ന സമയത്തേക്ക്. അപ്പോൾ ലോങ് ടൈമിലേക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതായത് ഇത് അട്രാക്റ്റീവ് കമ്പനിയാണ് ലോങ് ടൈമിലേക്ക്. ബട്ട് ഇൻവെസ്റ്റേഴ്സ് അറിഞ്ഞിരിക്കുക, ഷോർട്ട് ടൈമിൽ വളരെ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ടിക്കർ ടൈപ്പിലേക്ക് ഒന്നും കൂടെ വരുന്ന സമയത്ത് അതിന്റെ ചാർട്ട് ഞാനിവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. 1 ഇയറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു 760 എന്നുള്ള ഹൈ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഇപ്പൊ 483 നിൽക്കുന്നത്. നമുക്കൊരു ഡിപ്പിൽ തന്നെയാണ് നിൽക്കുന്നത്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കോപ്പറാണ് മൈൻ ചെയ്യുന്നത്. PSU നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. മാർക്കറ്റ് ക്യാപിൽ
ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിഫ്റ്റി ആയിട്ട് നോക്കുന്ന സമയത്ത് നല്ല വോളറ്റൈലാണ്, 4.14x വോളറ്റിലിറ്റി ഉണ്ട്. പി റേഷ്യോ ഇച്ചിരി കൂടുതലാണ്, സെക്ടർ പിനേക്കാളും വളരെ പി റേഷ്യോ ഇച്ചിരി കൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ വാല്യൂഷൻ കുറച്ച് കൂടിയാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എത്രമാത്രം ഡിപ്പിൽ കിട്ടുന്നു അത്രയും മാത്രം നല്ലതാണ്. ഓക്കെ, ഡിവിഡൻഡ് യീൽഡ് 1.41% ഉണ്ട്, പി ബി റേഷ്യോ ഇച്ചിരി കൂടിയാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ബാക്കി നമുക്ക് ഒരു അനലിസ്റ്റ് 100% ബൈ റെക്കമെൻഡേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ അത് ടിക്കർ ടൈമിന്റെ അനലിസ്റ്റ് ആണ് തന്നിരിക്കുന്നത്, ഒരിക്കലും ഞാനല്ല. ഇവിടെ പ്രൈസ് ഫോർകാസ്റ്റ് നമുക്ക് മിനിമം ഒരു 47% അടുത്ത വർഷത്തേക്ക്, ഒരു വർഷത്തിനുള്ളിൽ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു, നെക്സ്റ്റ് 1 ഇയറിനുള്ളിൽ. അതുപോലെ തന്നെ റവന്യൂ ഫോർകാസ്റ്റ് നോക്കുക, കൃത്യമായിട്ട് ഗെയിൻ ചെയ്തു പോകുന്നുണ്ട്. അടുത്ത വർഷം ആകുമ്പോൾ ഇതിലൊരു 49% റവന്യൂ ഗെയിൻ ആകാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഏണിങ്സ് പെർ ഷെയറിലും നല്ലൊരു ഗ്രോത്ത്, ഏകദേശം 86% പ്രോഫിറ്റ് കൂടാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് ഈ കണക്കുകൾ കാണിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ നോക്കുന്ന സമയത്ത് പ്രൊമോട്ടർ ഹോൾഡിംഗ് പ്ലെഡ്ജിങ് ഒന്നുമില്ലാതെ കൃത്യമായിട്ട് 66% കിടക്കുന്നുണ്ട്. സ്ട്രോങ് പ്രൊമോട്ടർ ഹോൾഡിംഗ് ആണ്. നമുക്ക് മ്യൂച്വൽ ഫണ്ടിൻ്റെ അകത്ത് ചെറിയൊരു ഗ്രോത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് നമുക്ക് ചെറിയൊരു കുറവ് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് റീറ്റെയിലേഴ്സിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒരു ചെറിയ രീതിയിൽ ഒരു പ്ലെഡ്ജിയുടെ ഒരു പോർഷൻസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്രയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക ഈ ഒരു കമ്പനി സംബന്ധിച്ച്. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ടിക്കർ ടൈപ്പിന്റെ പ്ലാറ്റ്ഫോമിൽ നമുക്ക് പെർഫോമൻസ് നല്ലൊരു പെർഫോമൻസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു പ്രോഫിറ്റബിലിറ്റി, ഏറ്റവും നല്ലൊരു റേറ്റിംഗ് കിട്ടുന്നുണ്ട്. എൻട്രി പോയിന്റ് ഗുഡായിട്ട് കാണുന്നു, റെഡ് ഫ്ലാഗ് നല്ലതായിട്ട് കാണുന്നു, ഇതൊക്കെ കൊള്ളാം. അപ്പോൾ വാല്യുവേഷനും മനസ്സിലാക്കുക, വാല്യുവേഷൻ ഇച്ചിരി ഹൈ ആണ്, പി റേഷ്യോ ഇച്ചിരി ഹൈ ആണ്, പി ബി റേഷ്യോ ഇച്ചിരി ഹൈ ആണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ ആ കാര്യങ്ങളും കൂടെ ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു കമ്പനി നമുക്ക് ഒരുപക്ഷെ ലോങ് ടൈമിൽ നല്ല റിട്ടേൺ തരാനുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പം ഈ ഒരു കമ്പനിയുടെ നമ്മൾ മാക്സിമം വ്യൂ നോക്കുന്ന സമയത്ത് നമുക്കറിയാം 2010 തൊട്ട് നമുക്ക് താഴോട്ട് വളരെ വലിയൊരു ഡിപ്പ് ഉണ്ടാക്കി. 2013 തൊട്ട് ഇത് കണ്ടോ, നമുക്ക് ഇത്രയും നാളും ഒരു റാലിയും തരാതെ കിടന്ന ഒരു കമ്പനിയാണ്. അതിനുശേഷം അവിടെ നിന്ന് റാലി തരാൻ തുടങ്ങി, വീണ്ടും ഒരു കൺസോൾട്ടേഷൻ, അതിട്ട് അടുത്ത റാലി, വീണ്ടും ഒരു ഡൗൺ ട്രെൻഡിലേക്ക് പോയി, അതിനുശേഷം അടുത്ത റാലി. അപ്പോൾ ഒരുപക്ഷെ ഈ ഒരു റേഞ്ച് ഒക്കെ കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഗ്രോത്ത് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ ഓൾ ടൈം ഹൈയിൽ നിന്നൊരു ഡിപ്പിലാണ്. അപ്പോൾ ഇത് ഒരിക്കലും ബോട്ടം ആണെന്ന് വിചാരിക്കില്ല. എത്രമാത്രം ഡിപ്പിൽ കിട്ടുന്നു അത്രമാത്രം നമ്മൾ സേഫ് ആയിട്ട് നമ്മൾ നിൽക്കും. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. അപ്പോൾ നമുക്ക് ഡൈവേഴ്സിഫിക്കേഷൻ വേണം, നമുക്ക് നല്ല വാല്യുവേഷനിൽ എടുക്കണം, ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികളായിരിക്കണം. തീർച്ചയായിട്ടും നമുക്ക് സ്റ്റോക്ക് അഡോപ്റ്റ് ചെയ്യാൻ ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ടും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പം ഇവിടെ നമുക്ക് കോപ്പറിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഹിന്ദുസ്ഥാൻ കോപ്പർ എന്ന് പറഞ്ഞ ഒരു മോണോപ്പൊളി സ്റ്റോക്കാണ് നമ്മുടെ ഫ്രണ്ടിൽ കിടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ വാല്യുബിൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. അപ്പോൾ ഞാൻ ഈ വീണ്ടും പറയുന്നു, കുറേ കൂടെ വാല്യുവേഷൻ ഹൈ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഷോർട്ട് ടൈമിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ SIP മെത്തേഡിൽ നമുക്ക് ഇതിനെ ആഡ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എക്സാക്റ്റ് ബോട്ടം പിടിച്ചില്ലെങ്കിൽ നമുക്ക് ഒരു നല്ല വാല്യുവേഷനിൽ നമുക്ക് ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇതാണ് എനിക്ക് ഇതിൻ്റെ അത് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു തരാനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ ഇതുകൂട്ട് കമ്പനികളെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.